ബൈനഹു വ ബൈന ഖൽബിഹി. അവൻ്റെ മനസ്സ് അവൻ്റേതല്ല, കേൾക്കാഞ്ഞിട്ടാണോ, പറയാഞ്ഞിട്ടാണോ? ഇങ്ങനൊരു ഹാൽ. ശ്രദ്ധിക്കുക, മനുഷ്യൻ്റെ മനസ്സുകൾ അവൻ്റേതാണെങ്കിൽ അത് അവൻ്റേതല്ലാതായിത്തീരുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നൊരു താക്കീതുണ്ട്. അപ്പം എന്തിനാ ഇത് കേൾക്കണമെന്നറിയോ, പഠിക്കണമെന്നറിയോ? എന്താ റബ്ബേ എനിക്ക് എന്നെ പറ്റിയൊരു തിരിച്ചറിവ് ഉണ്ടാവാത്തത്? ഞാൻ ആരാണെന്ന് എനിക്കെന്താ മനസ്സിലാവാത്തത്? എനിക്കെന്തു പറ്റി പടച്ചവനെ എന്ന ബേജാർ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമ്ഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. ഈ ആശയം പലയിടത്തും പറഞ്ഞു. സീൽ വെച്ചു, മുദ്ര വെച്ചു എന്നെല്ലാം കൂടി പറയും. പൂട്ടുണ്ട്, പൂട്ടിട്ടിരിക്കുന്നു എന്നെല്ലാം കൂടി. ഖതമല്ലാഹു, അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു. അവരെ കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ സീൽ വെച്ചിരിക്കുന്നു. അല്ല, അവരുടെ മനസ്സുകൾക്ക് മുദ്ര വെച്ചിരിക്കുന്നു. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമ്ഇഹിം. അവരെ കാതുകൾക്ക് മുദ്ര വെച്ചിരിക്കുന്നു. പിന്നെ അവരുടെ ഹൃദയങ്ങൾക്ക്, അവരുടെ പിന്നെ അലാ സമ്ഇഹിം, പിന്നെ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമ്ഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. കണ്ണുകൾക്ക് മൂടിയുമുണ്ട്. ആരെ പറ്റിയായി പറഞ്ഞത്? നമ്മൾ ആരും കണ്ണിന് മൂടി വെച്ച് നടക്കണം, ആരും കാണില്ല. ചില ആളുകളെ പറ്റി അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? എല്ലാം കണ്ണും കാതും മനസ്സിനുമൊക്കെ മുദ്ര വെച്ച മാതിരി, സീല് വെച്ച മാതിരിത്തെ കുറേ മനുഷ്യന്മാർ. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ ആശയം? ഇത് എനിക്ക് ബാധിക്കുന്ന ഒരായത്താണ്. എന്നെ ബാധിക്കുന്നതാണ്, നമ്മെ ബാധിക്കുന്ന ഒരായത്താണ്. എന്താണ്? നമ്മളോടാരോ ഒരു നല്ല കാര്യം ഉപദേശിച്ചു, സാരെല്ലാം അവഗണിച്ചു. രണ്ടാമതൊന്ന് പറഞ്ഞു, അതും അവഗണിച്ചു. പിന്നെയും പറഞ്ഞു, അത് അവഗണിച്ചു. ഈ അവഗണന, നിസ്സാരമാക്കൽ അങ്ങനെ തുടർന്ന് വന്നപ്പോൾ പിന്നെങ്ങനെ ഇരിക്കും നമ്മൾ? ഒന്നും തലേ കയറാത്തൊരു ഹാൽ. ഒരുപാട് കേൾക്കുന്നു, നാം ഒരുപാട് ചെയ്യാൻ ആഹ്വാനം കേൾക്കുന്നു, ഒരുപാട് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കണ്ടേ ഇടക്ക്? ഞാൻ നിങ്ങളെയല്ല ഈ തെറ്റിദ്ധരിക്കല്ലേ, ഉള്ളവരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ പറയുന്നത് ബാധകമാവുന്ന ചിലരെങ്കിലും ഉണ്ടായിക്കൂടായികല്ലോ. നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കാറുണ്ട്, നമ്മളെ നാട്ടിലെ മുസ്ലിം സമുദായത്തിലെ അല്ല, അന്യ സമുദായങ്ങളിലെ ബുദ്ധിപരമായി വളർന്ന, ഭൗതികമായി പഠിച്ച കുറേ ആളുകളില്ലേ, ലോകത്തെ പറ്റിയൊക്കെ ശരിക്കും പഠിച്ച, ശാസ്ത്രീയമായിട്ടൊക്കെ പഠിച്ച ആളുകൾ, അവരെന്താണ് കല്ലിൻ്റെ മുന്നിൽ തലകുനിക്കുന്നത്? അവരെന്താണ് യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ പറയുന്നത്? ഇവർക്കെന്താ ബുദ്ധിയില്ലേ? ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചിന്തിക്കാൻ കഴിയുകയും ചെയ്ത ആളുകൾക്ക് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുകയും ഈ കല്ലുമൊക്കെ ആരാധിച്ചുകൂടാ എന്നെന്താ വരാത്തത്? കാരണം എന്താ അറിയോ? എപ്പോഴൊക്കെയോ അള്ളാഹു ഇവരുടെ മനസ്സിൽ നാം പ്രബോധനം നടത്തി കാണില്ല. പക്ഷേ അവർക്ക് മനസ്സിലാകാവുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അള്ളാഹു അവർക്ക് ഇട്ടുകൊടുക്കും, ചിന്തിക്കാൻ, ആലോചിക്കാൻ. അത് അവഗണിച്ച് ജീവിതം കൊണ്ടുപോയപ്പോൾ പിന്നെ ഒന്നും തലേ കയറാത്തൊരു കോലത്തിലായി. കല്ലോ ഒരു വിഷയവുമില്ല, അതിൻ്റെ മുന്നിൽ തലകുനിക്കുന്നു. യേശുവോ അത് ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് എന്ന അബദ്ധം സുബ്ഹാനല്ലാഹ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. മുസ്ലിം സമൂഹത്തിലെ ചില മതപണ്ഡിതന്മാരെ പറ്റി നിങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഓതുന്ന ആയത്തുകൾ അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടണമെന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിന് മാത്രമേ സഹായം തേടാവൂ എന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഇതേ ആയത്തുകൾ പഠിച്ച മതപണ്ഡിതന്മാരല്ലേ അപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർ? അവർക്കെന്താ എന്നിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? സാധാരണക്കാരെ വിടുക, അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാന്ന് വെക്കുക. പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല? അതിനെല്ലാവരെ കുറിച്ചും ഒരു വിധി പറയാൻ നിൽക്കുകയല്ല ഞാൻ, തെറ്റിദ്ധരിക്കേണ്ട ക്ലാസ് അതല്ല. അതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം. എന്താണ്? അള്ളാന്റെ ആയത്ത് ഈ മനുഷ്യന്റെ ഉറക്കം കെടുത്തി കാണും കുറേ ദിവസം. എന്നെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന പടച്ചവന്റെ വചനങ്ങൾ അയാൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഉരുവിടുകയും ചെയ്തിട്ട് ഒരുപാട് തവണ. അതിനെ മനഃപൂർവ്വം അയാൾ ഓവർടേക്ക് ചെയ്തത്, അവഗണിച്ചതാ. ഒരിക്കലും 2 തവണയും അവഗണിച്ചപ്പോൾ അള്ളാഹു മാപ്പാക്കി കാണും. വർഷങ്ങളോളം മാസങ്ങളോളം ഇത് സ്വഭാവമാക്കിയപ്പോൾ കേരാത്തൊരു കോലത്തിൽ അവരെ തലയും കണ്ണും പടച്ചവൻ മാറ്റിക്കളഞ്ഞു. അതാ സത്യം. അതാ ഇതൊക്കെ കേട്ടിട്ടും ഇതൊരു അബദ്ധമാണെന്ന് പറയാൻ പറ്റാത്ത ഒരു ഹാലിൽ അങ്ങനെ പോണത്. അവർക്കറിയില്ലേ പടച്ച റബ്ബ് അത്രയ്ക്ക് വ്യക്തമായി പറഞ്ഞൊരു വിഷയം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറമാടപ്പെട്ടു പോയ ഒരു നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഇത് ഏത് കുട്ടിക്കാ മനസ്സിലാവാത്തത്? ഏത് കുട്ടിക്കാ ഇത് മനസ്സിലാവാത്തത്? ഒരു നബിയോടോ ഒരു മലക്കിനോടോ ഒരു ഷഹീദിനോടോ അള്ളാഹുവിൻ്റെ റസൂലോ സഹാബികളോ പ്രാർത്ഥിച്ചിട്ടില്ല. അത് പാടില്ലെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇത് ഏത് കൊച്ചു കുട്ടിയോടും 5 ക്ലാസ്സിൽ പഠിക്കുന്ന 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന വിഷയമാണ്. എന്നിട്ട് എന്തേ ഇവർക്കിത് മനസ്സിലാവാത്തത്? അവഗണിച്ചപ്പോൾ, തുടർച്ചയായി അവഗണിച്ചപ്പോൾ, അതാണ് ഈ ക്ലാസ്സുകളിലെ വിഷയത്തിന്. ഈ ക്ലാസ് എടുക്കുന്നവൻ്റെ മഹത്വമല്ല,
അയാൾക്ക് എന്ത് മഹത്വം? ഖുർആൻ ആയത്തുകളുടെയോ പ്രവാചകചര്യകളും പറഞ്ഞു തരിക ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാം ഒരേ സമയം നമുക്ക് നടപ്പിലാക്കാനൊന്നും കഴിയില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ആ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കേണ്ടതോ ഞാൻ ചെയ്യേണ്ടതോ ആണോ എങ്കിൽ ഞാൻ ചെയ്യട്ടെ. അതും അവഗണിച്ചു, മറ്റതും അവഗണിച്ചു, മറ്റതും അവഗണിച്ചു, തുടരെ അവഗണിച്ചപ്പോൾ ക്ലാസ് വിജയിപ്പിക്കുന്ന ഒരാളായി മാറുക നമ്മൾ. അത് എൻ്റെ ക്ലാസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയും അത് സംഭവിക്കാൻ പാടില്ലല്ലോ. പേടിക്കണം, നമ്മൾ പേടിക്കണം. മൂന്നാമത് ഖുർആൻ പറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ ഒരു മാറ്റം, ഫീ ഖുലൂബിഹിം മറൽ, അവരുടെ മനസ്സുകളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറല, അള്ളാഹു എന്താണോ ഒരു മനുഷ്യർ ഉദ്ദേശിക്കുന്നത് അതിന് തൗഫീഖ് ചെയ്യുക, ആ രോഗം അള്ളാഹു അധികരിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. മനസ്സിനുണ്ടാകുന്ന ഒരു അനുഭവം രോഗമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? സാധാരണ ആശുപത്രികൾ നമ്മൾ കേൾക്കുന്ന മനോരോഗി എന്ന അർത്ഥത്തിനാണ് ഈ പറഞ്ഞത്? അല്ല. സംശയത്തിൻ്റെ രോഗം, വസുവാസിൻ്റെ രോഗം, തൃപ്തിയാവാത്ത രോഗം, ഇതാണ് മനുഷ്യ മനസ്സിന് വരുന്ന മറ്റൊരു മാറ്റം. ആൾക്ക് പണ്ട് വലിയ ഈമാനും ഒക്കെ ഉറപ്പൊക്കെ ആയിരുന്നു. പിന്നെ 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 മൂപ്പര് തൻ്റെ മനസ്സിൻ്റെ കാര്യത്തെ അവഗണിച്ച് അങ്ങനെ പോയപ്പോൾ അയാൾക്കുണ്ടായ മറ്റൊരു അനുഭവം എന്താണെന്നറിയോ? എല്ലാറ്റിലും സംശയം. ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി സംശയം ചോദിച്ച് പഠിച്ചുകൂടാ എന്നല്ല, ഒരു ഉറപ്പില്ലാണ്ടായി പിന്നെ മൂപ്പർക്ക്. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കൽ മനുഷ്യരൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എന്നിടത്തൊക്കെ എത്തി. മലക്കോ? എന്ത് മലക്ക്? അല്ലെങ്കിൽ ഇപ്പം ഖുർആൻ അള്ളാഹിൻ്റെ കിതാബാന്ന് എന്താ പത്ര ഉറപ്പ്? അല്ലെങ്കിൽ നബി തന്നെയാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞെന്ന് എന്താ ഉറപ്പ്? അല്ലെങ്കിൽ ബുഖാരിയിലെ ഹദീസിനെ പറ്റിയൊക്കെ ഇപ്പം എങ്ങനെ നമ്മളാണ്ട് ഉറപ്പിക്കുക? അല്ലെങ്കിൽ ആ ഖുർആൻ തന്നെയാണ് ഈ ഖുർആൻ എങ്ങനെ ഉറപ്പിക്കുക? ഇങ്ങനെ പോയി മൂപ്പരെ പോക്ക്. ഈ പോക്ക് എവിടെ നിന്നുള്ളതാന്ന് അറിയുന്നത്? ഈ ഖുലൂബിഹിം മറൽ. എന്തേ കാരണം? നേരത്തെ പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥത്തോട് കാണിച്ച അവഗണന, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ കാണിച്ച അവഗണന, അതുപോലെ തന്നെ പാപകൃത്യങ്ങളിൽ കഴുകിയ മുഴുകൽ, ഇതെല്ലാം കൂടി ആയപ്പോൾ അവസാനം ഉണ്ടായ ഒരവസ്ഥ ഒരു തരം രോഗാവസ്ഥയിൽ രോഗിയെപ്പോലെയായി. രോഗിയുടെ അവസ്ഥ അയാളുടെ ഇതൊന്നും നോർമലായി പ്രവർത്തിക്കൂല എന്നാണല്ലോ, അല്ലേ? വയറിന് അസുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ വയറ് സാധാരണഗതിയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്നാണ്. കണ്ണിന് അസുഖം എന്ന് പറഞ്ഞാൽ അതാ. ഇവൻ്റെ കൽബിന് അസുഖം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇവൻ്റെ മനസ്സുകൊണ്ട് നടക്കേണ്ട യഥാർത്ഥ പണി നടക്കുന്നില്ല എന്നാ. ഖുർആനിലെ ഒരു ആയത്ത് ഭയങ്കരമാണ്. ഈ ഖുർആൻ വയ്യറോ സബീല റുഷ്ദ് ലാ യത്തഖിദൂഹു സബീല വയ്യറോ സബീലൽ ഗയ്യി ഇത്തഖദൂഹു സബീല. എന്താ റബ്ബേ എൻ്റെ വാക്കിൻ്റെ സുഖം, മധുരം, ഭംഗി, വ്യക്തത. അവർ ഒരു നന്മയുടെ മാർഗം കണ്ടാൽ അത് സ്വീകരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. വയ്യറോ സബീലൽ ഗയ്യി, ഒരു തെറ്റിൻ്റെ മാർഗം കണ്ടാലോ അതിൽ കൂടാതെ ഓലോട്ട് പോകൂല. സുബ്ഹാനല്ലാഹ്. അവനാനെ പറ്റി പഠിച്ചു നോക്ക്. എന്താ അവിടെ ഒരു മതപ്രസംഗം, ഒരു പരിപാടി, വേറെ പണിയൊന്നുമില്ല മനുഷ്യന്. എന്താ അവിടെ ഒരു ഡാൻസാ, അതെങ്ങനെ കാണാതെ ഞാൻ പോവുക? അതെ, എല്ലാ ഡാൻസും കുറ്റകരം, അങ്ങനൊന്നും വിധി പറയാൻ ഞാൻ വന്നില്ല. അതിൻ്റെ വിധി പറയാനല്ലോ ഹൈറു ചെറു ഞാൻ പറഞ്ഞില്ല, അതല്ല എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞത് ഈ മനസ്സാണ്. വയ്യറോ സബീല റുഷ്ദ്, ഒരു റുഷ്ദിൻ്റെ, ഒരു നന്മയുടെ ഭാഗം പറഞ്ഞു കൊടുത്താൽ ലാ യത്തഖിദുഹു സബീല, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് അതിനൊന്നാവില്ല, എന്നെ കൊണ്ടൊന്നും കഴിയില്ല. വയ്യറോ സബീലൽ ഗയ്യി, ഒരു തെറ്റിൻ്റെ, ഒരു അനീതിയുടെ, ഒരു പിഴച്ച മാർഗത്തിൻ്റെ വഴി കണ്ടാലോ അതിൻ്റെ വഴി തന്നെയാണ് ഇത്തഖദുഹു സബീല. വല്ലാത്തൊരു പരിപാടി. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. നമ്മുടെ മനസ്സാണ് ഞാനീ പറയുന്നത്. എവിടെ ഒരു നന്മയുടെ വശങ്ങൾ പെറുക്കി കണ്ടാൽ, ചെതറി കണ്ടാൽ, ഒരു വിമുഖത, ഒരു അലസത, ഒരു വിസമ്മത ഭാവം, ഒരു താല്പര്യക്കുറവ് അതിനോട് മനസ്സ് പറയുന്നു, വേണ്ടടോ, നീയൊക്കെ, നിങ്ങളൊക്കെ, നീയൊക്കെ എന്നിങ്ങനെ. എന്നാൽ ഒരു തെറ്റിൻ്റെ, ഒരു പിഴച്ച മാർഗത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ മാർഗം കണ്ടാൽ ഞാനെങ്ങനെ അത് ചെയ്യാണ്ടിരിക്കുക, ഞാനെങ്ങനെ അത്